CEO സുപ്രഭാതം, പ്രിയങ്കരനായ ഉമർ റഹ്മാനി, എഡിറ്റർ സുന്നി അഫ്കാർ, പ്രിയപ്പെട്ട സദസ്യരെ, സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ സാഹിത്യ പാരമ്പര്യമാണ് നമ്മൾ ഈ ചർച്ചയിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളമെന്ന് പറയുന്നത് സാഹിത്യത്തിലൂടെ ശ്രദ്ധ നേടിയ ഒരു പ്രദേശമാണ്. ഒന്നുകൂടി അടിയിലേക്ക് വരുമ്പോൾ കേരളത്തിലെ തന്നെ ചില പ്രത്യേകമായ പ്രദേശങ്ങൾ തന്നെ ആ രീതിയിൽ ലോകശ്രദ്ധ നേടിയിട്ടുണ്ട്. നമുക്കറിയാം, അടുത്ത കാലത്താണ് കോഴിക്കോട് ഒരു സാഹിത്യ നഗരമെന്ന രീതിയിലൊരു അംഗീകാരം അന്താരാഷ്ട്ര തലത്തിൽ കോഴിക്കോടിന് ലഭിക്കുകയുണ്ടായത്. സമസ്ത കേരള ജമീയത്തുൽ ഉലമായും ഇതുപോലെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. കഴിഞ്ഞ 100 വർഷത്തെ സംഘടനയുടെ ചരിത്രവും സംഘടനയുടെ ആസ്ഥാനവുമൊക്കെ നിലകൊള്ളുന്നത് കോഴിക്കോടാണ്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഇപ്പോഴേ സുപ്രഭാതമടക്കമുള്ള അധിക പ്രസിദ്ധീകരണങ്ങളുടെയുമൊക്കെ ഒരു ആസ്ഥാനമായി വരുന്നതും കോഴിക്കോടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ സാഹിത്യ പാരമ്പര്യത്തോട് ചേർന്നുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സാഹിത്യങ്ങളും മറ്റുള്ള പ്രവർത്തനങ്ങളുമൊക്കെ മുന്നോട്ട് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ അച്ചടി തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. 1847 ജൂണിലാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരം എന്ന പേരിൽ ഒരു പത്രം പുറത്തിറക്കുകയും അതാണ് ഔദ്യോഗികമായി കേരളത്തിലെ ആദ്യത്തെ ഒരു പത്രമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിംകളിലേക്ക്, മാപ്പിളമാരിലേക്ക് വരുമ്പോൾ ഹിദായത്തുൽ ഇഖ്വാൻ എന്ന പേരിൽ മമ്പറം സയ്യിദ് അലവി തങ്ങളുടെ പേരമകൻ സയ്യിദ് അബ്ദുള്ള കോയ തങ്ങൾ തയ്യാറാക്കിയിരുന്ന ഹിദായത്തുൽ ഇഖ്വാൻ എന്ന് പറയുന്ന പത്രമാണ് മാപ്പിള മുസ്ലിങ്ങളുടെ അറബി മലയാളത്തിൽ രചിക്കപ്പെടുന്ന ആദ്യത്തെ പത്രമെന്ന് പറയുന്നത്. പിന്നീട് സനാഉല്ലാ മക്തി തങ്ങൾ ഒരുപാട് പത്രങ്ങൾ പുറത്തിറക്കി. നമ്മൾ ഈ വേദിയിൽ അനുസ്മരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നാമമാണ് സെയ്താലിക്കുട്ടി മാസ്റ്ററുടേത്. നമ്മൾ ഈ തിരൂര്, അതുപോലെ തന്നെ മംഗലം പൊന്നാനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയായിരുന്നു സെയ്താലിക്കുട്ടി മാസ്റ്റർ. അദ്ദേഹം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും അതുപോലെ തന്നെ അതിനു മുമ്പുള്ള നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലുമൊക്കെ സ്വലാഹുൽ ഇഖ്വാൻ എന്ന പേരിൽ ഒരു പത്രം പുറത്തിറക്കുകയും അതുപോലെ തന്നെ റഫീഖുൽ ഇസ്ലാം എന്ന പേരിലും മറ്റൊരു പത്രം പുറത്തിറക്കുകയും അദ്ദേഹത്തിന് സ്വലാഹുൽ ഇഖ്വാൻ കമ്പനി, അതുപോലെ തന്നെ മത്ബഅത്തു സ്വാലിഹിയ എന്ന നമ്മുടെ ഈ പരിസരത്തുള്ള മംഗലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രസ് തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ വരുന്നതിന് മുമ്പുള്ള ഒരു പത്രപ്രവർത്തന രീതി എന്ന് പറയുന്നത്. പിന്നീട് തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് വക്കം മൗലവിയുടെ നേതൃത്വത്തിലും ഒരുപാട് പ്രസാധന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയിലേക്ക് വരുമ്പോൾ നമുക്ക് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളിൽ തന്നെ തുടങ്ങുമ്പോൾ, മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വലിയ ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് 1900 മദ്രാസ് വീക്ക്ലി മെയിലി എന്ന് പറയുന്ന പത്രം പരതി നോക്കുമ്പോൾ 1900 ഒരു ലക്കത്തിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു എഴുത്ത് കാണാൻ കഴിയുന്നുണ്ട്. 1900 മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മദ്രാസിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു പത്രത്തിൽ ഒരു കുറിപ്പ്, വിശാലമായ ഒരു കുറിപ്പ് നൽകണമെങ്കിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ധാരണ എത്രയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ലേഖനത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ അന്ന് കേരളത്തിൽ പുറത്തിറങ്ങിയിരുന്ന കേരള സമാചാരി എന്ന് പറയുന്ന പത്രത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ പത്രത്തിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അന്ന് അതിൻ്റെ വിശദീകരണമാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അതിൽ നൽകുന്നത്. പിന്നീട് സമസ്തയുടെ രൂപീകരണത്തിലേക്ക് വരുമ്പോൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമ രൂപീകരിക്കുന്നത് കേരള ജമീയത്തുൽ ഉലമ എന്ന പേരിലാണ്. ഈ കേരള ജമീയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് മഹാനായ മീറാൻ സാഹിബായിരുന്നു. മീറാൻ മുസ്ലിയാരായിരുന്നു ഈ കേരള ജമീയത്തുൽ ഉലമയുടെ പ്രസിഡന്റ്. അതുപോലെ തന്നെ അതിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട പാറോൽ ഹുസൈൻ മൗലവി ആയിരുന്നു. നമ്മൾ ചരിത്രം പരതുമ്പോൾ 1922 മുതൽ പാറോൽ ഹുസൈൻ മൗലവി മലബാരി എന്ന് പറയുന്ന പത്രം കോഴിക്കോടിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. നമ്മുടെ സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ പാറോൽ ഹുസൈൻ മൗലവിയുടെ പത്രം 1922 മുതൽ പുറത്തിറങ്ങുകയും 1925-26 കാലയളവിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ അന്നത്തെ കേരള ജമീയത്തുൽ ഉലമയുടെ സെക്രട്ടറി അഥവാ സമസ്തയുടെ സെക്രട്ടറി നടത്തുന്ന പത്രത്തിൽ ഒരുപാട് പ്രസിദ്ധീകരിച്ച് വന്നിരുന്നു. നമ്മളിന്ന് പാറോൽ ഹുസൈൻ മൗലവിയുടെ മലബാരിയും അതുപോലെ തന്നെ സുപ്രഭാതം വെച്ച് നോക്കുന്ന സമയത്ത് വലിയ ഒരു താരതമ്യം നമുക്ക് കാണാൻ കഴിയും.
പാറുൽ ഹുസൈൻ മൗലവി പിന്നീട് സംഘടനയോടൊക്കെ തെറ്റിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ പത്രം ഇറക്കുന്ന നല്ല കാലയളവിൽ അദ്ദേഹം അന്ന് കേരള ജമീയത്തുൽ ഉലമയുടെ സമസ്തയുടെ പൂർവിക രൂപമായ കേരള ജമീയത്തുൽ ഉലമയുടെ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രസിഡന്റായിരുന്ന മീരാൻ മുസ്ലിയാർ, അദ്ദേഹം അൽ മുർഷിദി എന്ന പേരിൽ ഒരു പത്രം ആരംഭിക്കുന്ന വിവരമൊക്കെ ആ മലബാരി എന്ന് പറയുന്ന പത്രത്തിൽ കാണാൻ കഴിയും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സമസ്തയുടെ രൂപീകരണ കാലം മുതൽക്ക് തന്നെ പത്രപ്രവർത്തന രംഗത്ത് വലിയ ഒരു പാരമ്പര്യമുണ്ട്. മറുവശത്ത് അതിനേക്കാൾ വലിയ പത്രങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം, അൽ അമീൻ എന്ന പേരിൽ മഹാന അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു പത്രം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യുവലോകം എന്ന പേരിൽ, അതുപോലെ തന്നെ നിസാ ഉൽ ഇസ്ലാം എന്ന പേരിൽ അൽ ഇർഷാദും, അതുപോലെ തന്നെ അൽ ഇസ്ലാഹും അൽ മുസ്ലിം അൽ മുർഷിദുമൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ബിദഈ പ്രസ്ഥാനങ്ങൾ നടത്തിയിരുന്ന ഒരുപാട് പത്രങ്ങളായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഒരു പത്രം തുടങ്ങാൻ ആഗ്രഹിക്കുകയും അൽ ബയാൻ എന്ന പേരിൽ 1930കളിൽ 1929 ഡിസംബറിലും അതുപോലെ തന്നെ 1930കളിലും അൽ ബയാൻ എന്ന പേരിൽ ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നത്. നമുക്കറിയാം, ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കീഴിൽ ഒരു പത്രം പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ടാസ്ക്കാണ്. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ VK മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന സമസ്തയുടെ സെക്രട്ടറി, ഇവരൊക്കെയായിരുന്നു ആ പത്രം നടത്തിയിരുന്നത്. പിന്നീട് വരുമ്പോൾ പിന്നീട് ആ പത്രം നിലക്കുകയും 1950കളിലാണ് പിന്നെ അൽ ബയാൻ പുനരാരംഭിക്കുന്നത്. അന്ന് മദ്രാസിൽ നിന്ന് സ്വന്തമായി ഒരു പ്രസ് വാങ്ങി കൊണ്ടുവന്ന്, ഇവിടെ ബഹുമാനപ്പെട്ട മുസ്തഫ മാഷൊക്കെ ഇരിക്കുന്നുണ്ട്, ഒരു സുപ്രഭാത പത്രം തുടങ്ങുമ്പോൾ നമ്മളൊക്കെ അതിൻ്റെ പ്രസ് കൊണ്ടുവരുന്നത് പോലും വളരെ സന്തോഷത്തോടുകൂടി വീക്ഷിച്ചവരാണ്. 1950കളിൽ മദ്രാസിൽ നിന്നും ഒരു പ്രസ് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചിട്ടാണ് അൽ ബയാൻ പ്രസിദ്ധീകരിക്കുന്നത്. അൽ ബയാൻ കഴിഞ്ഞ് പിന്നെ സംഘടനയുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണമായി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് സുന്നി ടൈംസ് ആണ്. സംഘടനയുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണമായി നമുക്ക് കാണാൻ കഴിയുന്നത് സുന്നി ടൈംസ് ആണ് 1964. പിന്നീട് അതിനിടയിൽ മഹാനായ KV ഉസ്താദിൻ്റെ അൽ ബുർഹാൻ മാസികയുണ്ട്, അതുപോലെ തന്നെ അൽ ബയാൻ എന്ന് പറയുന്ന മലയാളത്തിലൊരു മാസികയുണ്ട്, അതുപോലെ തന്നെ പറവണ്ണ ഉസ്താദിൻ്റെ നൂറുൽ ഇസ്ലാം ഉണ്ട്, അതുപോലെ ഹിദായത്തുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ഒരുപാട് മാസികകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും 1964 സുന്നി ടൈംസ് ആണ് സംഘടനയുടെ ഔദ്യോഗികമായ മുഖപത്രം എന്ന് പറയുന്നത്. 1977 സുന്നി ടൈംസിൻ്റെ പ്രിന്ററും പബ്ലിഷറും ഒക്കെയായിരുന്ന B കുട്ടി ഹസൻ ഹാജി സമസ്തയിൽ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ പത്രം നമുക്ക് നഷ്ടപ്പെടുകയും പിന്നീട് സുന്നി വോയിസ് ആണ് ഇറങ്ങുന്നത്. സുന്നി വോയിസും പിന്നീട് നമുക്ക് നഷ്ടപ്പെട്ടു വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ സുന്നി അഫ്കാറിനെ കുറിച്ച് ആലോചിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമർ റഹ്മാനി സുന്നി അഫ്കാറിൻ്റെ എഡിറ്റർ കൂടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വലിയ ഒരു വിശാലമായ ഒരു പാരമ്പര്യം 1980കളിൽ നമുക്കറിയാം സംഘടനാ രംഗത്ത് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് വലിയ വിപ്ലവം ഉണ്ടായി എന്നുള്ളതാണ്. പിന്നീട് 1989കൾക്ക് ശേഷം നമ്മൾ സ്വതന്ത്രമായി തന്നെ ഒരുപാട് പുതിയ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിക്കുകയും സത്യധാര, അതുപോലെ തന്നെ അൽ മുഅല്ലിം മാസികയൊക്കെ നേരത്തെ ആരംഭിച്ചതാണെങ്കിൽ പോലും വളരെ വിപുലമായി കുടുംബവും കുരുന്നുകളൊക്കെ വന്ന് ഇന്ന് നമുക്ക് സുപ്രഭാതത്തിൽ എത്തി നിൽക്കുകയാണ്. ഏതായാലും നമ്മുടെ സംഘടനയുടെ പ്രസിദ്ധീകരണ രംഗം ഇത്രമാത്രം വിപുലമായിരുന്നു എന്നുള്ളതാണ് ഈ ചരിത്രമൊക്കെ നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. ഏതായാലും വിശാലമായ ചർച്ചകളിലേക്ക് വാതിൽ തുറന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ള ഉദവി ഉസ്താദ്, ബഹുമാന്യനായ സുന്നി അഫ്കാറിൻ്റെ എഡിറ്റർ ഉമർ റഹ്മാനി, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ് സനീസിയുടെ ഈ മുഖദ്ദിമയോടനുബന്ധിച്ചുകൊണ്ട് പ്രാസ്ഥാനിക രംഗത്തെ ശ്രദ്ധേയമായ മുന്നേറ്റമായ പത്രമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയിലാണ് നമ്മളുള്ളത്. സാഹിത്യമേഖല വളരെ നേരത്തെ തന്നെ മലയാളക്കരയിൽ ഇസ്ലാമിക ദാവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം. മൊഹിദ്ദീൻ മാല നമുക്കറിയാം, 16ാം നൂറ്റാണ്ടിലെ വിരചിതമായ മൊഹിദ്ദീൻ മാല മലയാളത്തിലെ അറബി സാഹിത്യത്തിൽ അതിൻ്റെ പ്രഥമ അറിയപ്പെട്ട സാഹിത്യ മേഖല എന്ന നിലയ്ക്ക് ആ മൊഹിദ്ദീൻ മാലയുടെ ചരിത്രം മുതൽ ബഹുമാന്യനായ ഹുദവി ഇവിടെ സൂചിപ്പിച്ച സുപ്രഭാതത്തിൽ എത്തി നിൽക്കുന്ന സാഹിത്യ പ്രവർത്തനം, അതിനിടയിൽ സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ പ്രാസ്ഥാനിക രംഗത്ത് ശക്തി പകരുന്നതോടൊപ്പം ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന
ശ്രദ്ധേയമായ ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സമസ്തയുടെ നേതൃത്വത്തിലും സമസ്ത രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെയും വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഇവിടെ ബഹുമാന്യനായ ഹുദവിയോട് സൂചിപ്പിച്ച ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് നൽകുന്നത്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിലെ ശ്രദ്ധേയമായ പങ്കുവഹിക്കാൻ കഴിയുന്നത് ഈ സാഹിത്യ മേഖലയ്ക്ക് തന്നെയാണ്. അതോടൊപ്പം മറ്റു മേഖലകളുണ്ട്, അതിനെ ചെറുതായി കാണുന്നില്ല. ഇവിടെ നമുക്കറിയാം അൽ ബയാൻ വളരെ ദീർഘമായ ഒരു കാലഘട്ടം സമസ്തയുടെ ആശയ പ്രചരണ രംഗത്ത് ശ്രദ്ധേയമായിരുന്നു. അത് കഴിഞ്ഞ് 1964 സുന്നി ടൈംസ് വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സുന്നി അഫ്കാറിൽ എത്തി നിൽക്കുന്ന അതിനിടയിലെ സുന്നി വോയിസ് വന്നു. ആ സുന്നി വോയിസ് കഴിഞ്ഞതിന് ശേഷമാണ് സുന്നി അഫ്കാർ എത്തുന്നത്. ഇവിടെയൊക്കെ പ്രത്യേകിച്ചുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ഈ സുന്നി ടൈംസ് അത് നമ്മുടെ സുന്നി യുവജന സംഘത്തിൻ്റെ മുഖപത്രം എന്ന നിലക്കുകൊണ്ടാണ് അന്ന് പ്രവർത്തിച്ചത്. അന്ന് അതിൻ്റെ പേര് പ്രഖ്യാപിക്കപ്പെട്ടത് ഷെയ്ഖുന ഷംസുൽ ഉലമയെ സുന്നി ടൈംസ് എന്ന പേര് പറഞ്ഞു. ചരിത്രത്തിൽ അങ്ങനെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. സുന്നി ടൈംസ് എന്ന പേര് ഷെയ്ഖുന ഷംസുൽ ഉലമ നിർദ്ദേശിച്ചു എന്നാണ്. അതിൻ്റെ പ്രകാശന ചടങ്ങ് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടന്നപ്പോൾ അന്ന് വെല്ലൂർ ബാക്കിയാത്തു സാലിയത്തിൻ്റെ പ്രിൻസിപ്പളായിരുന്ന അബൂബക്കർ അസ്റത്താണ് അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. ആ പ്രകാശന കർമ്മം നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് സുന്നി ടൈംസ് എന്ന് പറയുമ്പോൾ ഒന്ന് അറബി ഭാഷയാണ്, ടൈംസ് എന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. ഈ രണ്ട് ഭാഷകളുടെ പേര് വന്നുകൊണ്ടാണ് സുന്നി ടൈംസ്. എന്നിട്ട് അദ്ദേഹം അതിനെ ഒരു സാധൂകരണം എന്ന നിലക്ക് പറയുന്നുണ്ട്. ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. അതായത് മത ഭൗതിക വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ സൂചികയാണ് സുന്നി ടൈംസ് എന്ന ഈ പേരെന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് നമുക്ക് സ്മരിക്കാവുന്നതാണ്. അപ്പോൾ മതവും ഭൗതികവും, മതരംഗത്തെ മുന്നേറ്റവും ഭൗതിക രംഗത്തെ മുന്നേറ്റവും സാധ്യമാക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചതാണ് കഴിഞ്ഞുപോയ നമ്മുടെ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പത്ര മാധ്യമങ്ങളൊക്കെയും. നേരത്തെ അത് പീരിയോഡിക്കൽസ് ആയിട്ടായിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് നമ്മളത് വളർന്ന് വികാസം പ്രാപിച്ച് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ തലയെടുപ്പുള്ള പത്രങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സുപ്രഭാതത്തിലാണ് എത്തി നിൽക്കുന്നത്. വലിയൊരു മുന്നേറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നടത്താൻ സാധിച്ചത്. ഈ മേഖലയിൽ സുപ്രഭാതം ഇന്ന് മലയാളത്തിലെ തലയെടുപ്പുള്ള പത്രങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ മാത്രം കരുത്ത് നേടിയ വലിയ ഒരു പത്രമായി ഇന്ന് മാറിക്കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ 7 എഡീഷനുകളായി. 8ാമത്തെ എഡീഷൻ UAE അത് പുറത്തു വന്നു. അതിൻ്റെ ഒരു വർഷം പൂർത്തിയാകുന്ന സമയം കൂടിയാണ്. അപ്പോൾ നമുക്കേറെ സന്തോഷമുള്ളതാണ്. അപ്പോൾ ഈ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മുന്നേറ്റം പ്രത്യേകിച്ചുകൊണ്ട് നമ്മൾ സുന്നികൾ എന്ന നിലക്ക് ചില മുൻവിധികളൊക്കെ ചിലർ വെച്ചു പുലർത്തിയിരുന്നു. സുന്നികളെന്ന് പറഞ്ഞാൽ അവർ പഴമക്കാരാണ്, പഴഞ്ചന്മാരാണ്, ഒന്നിനും കൊള്ളാത്തവരാണ് എന്നൊക്കെയുള്ളൊരു തെറ്റായ ധാരണ ഇവിടുത്തെ വിദേഹത്തിൻ്റെ കക്ഷികൾ പ്രചരിപ്പിച്ച പോലെ പൊതുസമൂഹത്തിനിടയിലും ഇങ്ങനെ ചില ധാരണകളൊക്കെ പതിഞ്ഞു പോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. സുന്നികൾ എന്ന് പറഞ്ഞാൽ മോശക്കാരാണ് എന്നൊരു ചിത്രം, അല്ലെങ്കിൽ ഇതിനൊന്നും കൊള്ളരുതാത്തവരാണ്, കഴിവില്ലാത്തവരാണ് എന്നൊക്കെ ഒരു തെറ്റായ ധാരണ, അതൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന, സുപ്രഭാതത്തിൽ എത്തി നിൽക്കുന്ന അഭിമാനകരമായ ഈ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. ആ മേഖല മാത്രം പോരാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സാന്ദർഭികമായ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. നമ്മുടെ സമുദായം ഇന്ന് നേരിടുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, മാധ്യമ മേഖല, പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാധ്യമ രംഗത്ത് നമ്മുടേതായ പ്രത്യേകിച്ചുകൊണ്ട് സാമുദായിക പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മിടുക്കന്മാരായ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മാധ്യമ പ്രവർത്തകരുടെ അഭാവം നമ്മൾ ഇന്ന് ഇവിടെ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്കറിയാം, ഒരു മാധ്യമത്തിന് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകന് ചെയ്യാനുള്ള സേവനത്തിൻ്റെ വലിപ്പം എത്രത്തോളമാണ്, വൈപുല്യം എത്രയാണ് എന്നതിനെക്കുറിച്ച് കൊണ്ട് വർത്തമാന സാഹചര്യം വെച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ ആ മേഖലയിൽ നമ്മുടേതായ സാന്നിധ്യം കുറവാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഒരു 10 കേരളത്തിൽ തന്നെ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കും. ഒരു 10 പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകരുടെ പേര് പറഞ്ഞാൽ അതിൽ എത്ര പേർ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ മേഖലയിൽ നമ്മുടെ കുറവ് വളരെ വലിയൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുക. ഒന്ന്, മാധ്യമ മേഖലയിലേക്ക് പ്രത്യേകിച്ചുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരാ മേഖല കൂടി ശ്രദ്ധിക്കപ്പെടണം. മാധ്യമത്തിന് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ മീഡിയാസിന് ചെയ്യാൻ കഴിയുന്ന സേവനം നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ
അത് വളരെയേറെ വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ആ മേഖല കൂടി നമ്മുടെ ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ കൂടുതൽ അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാകേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സുപ്രഭാതം തന്നെ നടത്തുമ്പോഴാണ് ഇതിൻ്റെ പ്രയാസം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ മാധ്യമ രംഗത്ത് അല്ലെങ്കിൽ പത്രപ്രവർത്തന രംഗത്ത് നമ്മുടെ കുട്ടികളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അതിൽ നമ്മുടെ കുട്ടികൾക്ക് അതിൽ ആ മേഖലയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ മേഖല കൂടി നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഒന്ന് ഞാൻ പറഞ്ഞ, രണ്ട് നമ്മുടെ നിയമമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമുക്ക് ഈ അഭാവമുണ്ട്, നമ്മുടെ കരുത്തരായ ആളുകളുടെ കുറവ് നമുക്കുണ്ട്. നിയമമേഖലയിൽ ആ മേഖലയും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. ബഹുമാനപ്പെട്ട സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡ് പലപ്പോഴും ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ. ഒരിക്കൽ നമ്മുടെ സുപ്രഭാതം തന്നെ ഇത് സംബന്ധമായ ഒരു കത്ത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിന് സമർപ്പിക്കുകയും വിദ്യാഭ്യാസ ബോർഡിൽ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമുക്കാവശ്യമായ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് ഈ മാധ്യമ മേഖല. അത് ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ആ മേഖലയിൽ നമ്മുടെ കരുത്തുള്ള കഴിവുള്ള പ്രതിഭകളെ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശ്രദ്ധ കൂടി നമ്മുടെ പ്രാസ്ഥാനിക രംഗത്ത് ഉണ്ടാകണമെന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുകയാണ്. ബഹുമാന്യനായ ഉമർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. വളരെ ബഹുമാനവും സ്നേഹമുള്ള മുസ്തഫ മാസ്റ്റർ, ഈ ചർച്ചയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ബാസിത്ത് ഹുദവി, ഈ മഹനീയ സംഗമത്തിൽ ഒത്തുചേർന്ന പ്രമുഖരും പ്രഗത്ഭരുമായ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വളരെ ശ്രദ്ധേയമായൊരു ചർച്ചയാണ് മുഖദ്ദിമയായി ഇവിടെ ഇൻഷാ അല്ലാഹ് അല്പ സമയങ്ങൾ കൊണ്ട് പര്യവസാനിക്കാൻ ഇരിക്കുന്നത്. അഭ്യന്തര മുസ്തഫ മാസ്റ്റർ ഇവിടെ പറഞ്ഞു, നമ്മുടെ ഈ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ദൗർബല്യം, അതൊരു യാഥാർത്ഥ്യമാണ്. മുമ്പ് കാലവുമായി ബന്ധപ്പെട്ട് അതിനെ താരതമ്യം ചെയ്യുമ്പോൾ, ആ കാലവുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ പുതിയ കാലത്ത്, ആധുനിക കാലത്ത് സത്യത്തിൽ സമാനമായ രീതിയിൽ മത്സരിക്കാൻ നമുക്ക് സോഴ്സുകൾ കുറവാണ് എന്നല്ല, ആളുകൾ മുന്നോട്ട് വരുന്നില്ല എന്നല്ല. നമ്മൾ ഈ പത്രപ്രവർത്തനത്തിന്റെ ഇതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ 920 അല്ല, അതിന് മുകളിലേക്ക്, അതിനപ്പുറത്തേക്കുണ്ട്. ആ ചരിത്രം പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും, അന്ന് സംഘടിതമായി തീരുമാനത്തോടെ തന്നെ തുടങ്ങിയതുണ്ട്. ചില വ്യക്തികൾ എന്ന് പറയുമ്പോൾ ധാരാളമുണ്ട്, ആ ചരിത്രത്തിൽ ധാരാളമുണ്ട്. അങ്ങനെ ചില വ്യക്തികൾ അവരവരുടെ സാമ്പത്തികമായി അതിന്റെ ബാധ്യത അവരായിരിക്കും വഹിച്ചിട്ടുണ്ടാവുക. അങ്ങനെ എത്രയോ പത്രങ്ങൾ. അങ്ങനെ ഈ പത്രങ്ങൾ എന്നത് കരുതിക്കൂട്ടി പ്രയോഗിച്ചതാണ്. പത്രം എന്ന പ്രയോഗം അന്നും അങ്ങനെ തന്നെയാണ് പ്രയോഗം. പക്ഷെ പത്രം എന്ന ഇന്നത്തെ പ്രയോഗം ഡെയിലി നമ്മൾ ഇന്ന് ദിനേന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പത്രങ്ങളെ മാത്രമാണ് നമ്മൾ അത് വിളിക്കാറുള്ളത്. ഇപ്പോ അൽബയാനാണെങ്കിലും ആ ഒരു കാലത്ത് വന്ന അൽ ബുർഹാൻ ഉൾപ്പെടെ, നൂറുൽ ഇസ്ലാം ഉൾപ്പെടെ, അൽ മുസ്ലിം ഉൾപ്പെടെ, നിസാഉൽ ഇസ്ലാം ഉൾപ്പെടെ ഉള്ള പത്രങ്ങളൊക്കെ, അതൊക്കെ പത്രങ്ങൾ എന്ന ഒരു നാമധേയത്തിൽ തന്നെയാണ് ചരിത്രത്തിൽ രേഖ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ദിനേന ഇറങ്ങി എന്നതല്ല അതിനർത്ഥം. അത് 3 ദിവസം കൂടുമ്പോൾ ഇറങ്ങുന്നതുണ്ട്, ആഴ്ചയിൽ ഇറങ്ങുന്നതുണ്ട്, ആ രീതിയിലൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ പത്രം എന്ന രീതിയിലാണ് അന്നും അതിനെ പ്രയോഗിച്ചു വന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ ഇന്ന് ആ കാലത്ത് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ അല്പം പിന്നോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം ഈ പിന്നോട്ടാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു തിരിച്ചറിവിന് വേണ്ടിയും പുതിയ തലമുറക്ക് കൂടുതൽ കരുത്തോടെ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് രൂപപ്പെടുത്താൻ വേണ്ടിയുമാണ്. ഇവിടെ ഈ സദസ്സിൽ സംഗമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അവരുടെ ആലോചനയിലും അവരുടെ പദ്ധതിയിലും ഇത് വലിയൊരു ആശയമായി ആവിഷ്കരിക്കപ്പെടണമെന്ന് കരുതിയിട്ടാണ്.
929 മൂന്നാം വാർഷിക സമ്മേളനം ചെമ്മൻകുഴിയില്, വെള്ളുവനാട് താലൂക്കിലെ ചെമ്മൻകുഴിയിൽ വെച്ച് ആ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തീരുമാനവും താല്പര്യവുമായിരുന്നു സമസ്തയ്ക്ക് ഒരു മുഖപത്രം എന്നത്. നോക്കൂ എത്രമാത്രം വേഗത്തിലാണ് ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം സാധൂകരിക്കപ്പെട്ടത് എന്നതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ജനുവരി 7 ആ സമ്മേളനം, 929 ജനുവരി 7. ഡിസംബർ മാസമായപ്പോഴേക്ക് 29 തന്നെ ഡിസംബർ മാസമായപ്പോഴേക്ക് അൽബയാൻ എന്ന പേരിൽ പത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടു. മഹാനായ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള മഹാത്മാക്കൾ അതിന്റെ നേതൃത്വത്തിലുണ്ടായി. ആ തുടക്കകാലത്ത് കുറച്ചു കഴിഞ്ഞത് നിലച്ചെങ്കിലും പിന്നീട് 16ാം സമ്മേളനം നടക്കുന്നു 945 കാര്യവട്ടത്ത് വെച്ച്. അന്നത്തെ പ്രധാനപ്പെട്ട തീരുമാനം തന്നെയാണ് ഇത് തുടരണമെന്നും പുനരാരംഭിക്കണമെന്നും. അപ്പോഴാണ് മഹാനായ KP ഉസ്മാൻ സാഹിബ് ഉൾപ്പെടെ, മഹാനായ വാളക്കുള അബ്ദുൽ ബാരി മുസ്ലിയാർ ഉൾപ്പെടെ, മഹാനായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ അന്ന് 950 ഇത് ആരംഭിക്കുക, വീണ്ടും പുനരാരംഭിക്കുക. ഞാനിത് പറയുന്നത് അന്ന് ഓരോ ആളുകൾ, വ്യക്തികൾ കേന്ദ്രീകരിച്ച് പലപ്പോഴും പല പത്രങ്ങളും പല പ്രസിദ്ധീകരണങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകമായ ചില പത്രങ്ങളൊക്കെ അതിന്റെ തുടക്കത്തിൽ തന്നെ വലിയൊരു ആശയമുണ്ടായിരുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ പ്രചരണമാണ് ലക്ഷ്യമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഹെഡ്ലൈൻ തന്നെ എഴുതി വെച്ച പത്രങ്ങളുണ്ട്. സ്വതന്ത്ര പത്രങ്ങൾ പോലും ആ ഒരു ആശയം ലക്ഷ്യമാക്കി എഴുതി വെച്ചിട്ടുണ്ട് എന്നതാണ് രേഖ. എൻ്റെ പ്രിയപ്പെട്ട, ഇവിടെ ദീർഘമായ ഒരു സംസാരത്തിന്റെ സമയം അനുവദിക്കപ്പെടുന്നില്ല. നമുക്ക് വളരെ പ്രാധാന്യമേറിയ ഒരു സദസ്സ്, ഒരു ചടങ്ങാണ് ഇനി നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് നമ്മളൊക്കെയും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആശയ പ്രചരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്, ഒരു സോഴ്സാണ്, ആശ്രയമാണ് ഈ ഒരു രംഗം, എഴുത്ത്, പത്രപ്രവർത്തനം എന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവഗാമികൾ, നമ്മുടെ മുൻ തലമുറ വളരെ വലിയ പദ്ധതികളോടെയും താല്പര്യത്തോടെയും ഇത് വലിയ ഒരു ലക്ഷ്യത്തോടെ അവർ നിർവഹിച്ചു എന്നത് ചരിത്രത്തിൽ ശോഭനമായി നമുക്ക് കാണാൻ പറ്റും. അത് പ്രൗഢമായി നമ്മൾ വായിക്കുമ്പോൾ പുതിയ കാലത്ത് നമുക്ക് സുപ്രഭാതം എന്നത് വലിയൊരു ആശ്വാസമായി, വലിയ അഭിമാനമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതും സമാനമായ നമ്മുടെ സംവിധാനങ്ങളും നമ്മുടെ പീരിയോഡിക്കൽ സംവിധാനങ്ങളൊക്കെ അത് ഏറ്റവും സമയോചിതമായി ഓരോ സമയത്തിന് അനുസൃതമായ പദ്ധതികളും വിഷയങ്ങളും ഒക്കെ ആവിഷ്കരിക്കുന്ന വിധത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാൽവെപ്പ് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഈ പത്രങ്ങളും അതുപോലെ മാഗസിനുകളും വീക്കിലികളും ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഇറക്കപ്പെടുന്ന മാഗസിനുകൾ ഒരുപാടുണ്ട്. കേരളത്തിൽ ഒരു പക്ഷേ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന മാഗസിനുകൾ, വാർഷിക പതിപ്പുകൾ, ഇതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുകള് അവർ നേരിട്ട് വന്ന് നമ്മുടെ പ്രവർത്തകരെ, അതിന്റെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിച്ച ആളുകളെ, ആ സ്ഥാപനത്തെ അഭിനന്ദിക്കുന്ന വിധത്തിൽ വലിയ ഒരു മേൽവിലാസം നമുക്ക് അടയാളപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഒരു അറക്കൽ രാജകുടുംബത്തിന്റെ വലിയൊരു സ്വാധീനം ഉണ്ടായതുകൊണ്ട് തലശ്ശേരിയിലും ഒരുപക്ഷെ കേരളത്തിലെ മലബാറിലെ അധിനിവേശ വിരുദ്ധ സമരത്തിന്റെ ഏറ്റവും വലിയ തീച്ചൂളയായി പ്രവർത്തിച്ച തിരൂരങ്ങാടിയും അതുപോലെ വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ വലിയൊരു പ്രഭവ കേന്ദ്രമായ പൊന്നാനിയും, ഈ 3 കേന്ദ്രങ്ങളാണ് ഈ പ്രസിദ്ധീകരണങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആശയസ്രോതസ് അല്ലെങ്കിൽ പ്രേരക ശക്തിയായി ചരിത്രത്തിൽ നമുക്ക് മിന്നിത്തിളങ്ങി കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയല്ല. ഇവിടെ കൂടിയ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ, വിദ്യാർത്ഥികൾ, പുതിയ തലമുറയിൽ നമുക്ക് വലിയൊരു ആശയമായി, വലിയ ഭാവിയിലെ നമ്മുടെ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു ലക്ഷ്യമായി നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയണം. നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് കാണിച്ചു വന്ന വഴിയിൽ ഈ ഒരു ആശയത്തിന്റെ വൈപുല്യം അത് ഏറ്റവും വ്യാപിപ്പിക്കുന്ന വലിയൊരു സോഴ്സ് ആയിട്ട് ഈ രംഗത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഇൻഷാ അല്ലാഹ് ചരിത്രത്തിൽ നിന്ന് അങ്ങനെ നമുക്ക് പാഠം ഉൾക്കൊണ്ട് ഏറ്റവും ശോഭനമായ പുതിയ ഭാവിക്ക് നിറം പകരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ച് എന്റെ ചെറിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എങ്കിൽ പോലും 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, നമ്മൾ ഇത്രയേറെ പ്രസാദന ചരിത്രമുണ്ടായിട്ട് പോലും ഇതെല്ലാം നമുക്കൊരു സ്ഥലത്ത് എടുത്തു വെക്കാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മാപ്പിള സമൂഹത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പത്രമാണ്, കുറച്ചൊക്കെ പാരമ്പര്യമുള്ള പത്രമാണ് ചന്ദ്രിക. നമുക്ക് എന്തെങ്കിലും നമ്മുടെ സംഘടനയുടെ ചരിത്രം തന്നെ നമുക്ക് അത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ പലപ്പോഴും ചന്ദ്രികയിലാണ് എത്തിപ്പെടുക. പക്ഷെ അവിടെ പോലും നമുക്കതൊരു കൃത്യമായി എടുത്തു വെക്കുന്ന സംവിധാനം സമീപകാലത്താണ് തുടങ്ങിയത്. നമുക്ക് സുപ്രഭാതം തന്നെ ഉണ്ടെങ്കിൽ പോലും സുപ്രഭാതത്തിൻ്റെ മുഴുവൻ കോപ്പികൾ എടുത്തു വെക്കുന്ന ഒരു സംവിധാനം, അതൊരു ആർക്കൈവ്സ് എന്ന രീതിയിലേക്ക് തന്നെ, പ്രത്യേകിച്ച് ആ കാലം ഈ കാലമൊക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് PDF ലഭ്യമാണ്. PDF അതുപോലെ തന്നെ രണ്ടിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് രണ്ടും എടുത്തു വെക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. മറ്റൊന്ന്, നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വന്ന ഒരു പുതിയ പ്രവണത, പലപ്പോഴും വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തീയതികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു സമ്മേളനം നടന്നത് ഒരു അവധി ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ആ അവധി ദിവസം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ആ തീയതി കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനം നമ്മുടെ പത്രങ്ങളിലോ നമ്മുടെ മാഗസീനുകളിലോ ഒന്നും കാണുന്നില്ല. നമ്മൾ ഏതൊരു കാര്യം എഴുതുമ്പോഴും അതിൻ്റെ ഒരു ആർക്കൈവൽ വാല്യൂ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു 20-30 വർഷം കഴിഞ്ഞിട്ട് ആൾ നോക്കും. അപ്പോൾ നമ്മളൊരു ചരിത്രം എഴുതുന്ന സമയത്ത് സമസ്തയുടെ സമ്മേളനങ്ങൾ എന്ന് നടന്നു എന്ന് നമുക്ക് കിട്ടിയത് അൽബയാനിൽ നിന്നാണ്. പക്ഷേ അൽബയാനിൽ വളരെ കൃത്യമായി എന്നാണത് നടന്നതെന്നും അതുപോലെ തന്നെ ഏത് ദിവസമാണ് നടന്നതെന്നും അതിൻ്റെ സമയങ്ങളൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ നമ്മുടെ സംഘടനാ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി അതിലൊരു കൃത്യത വരുത്തിയില്ല എങ്കിൽ ഭാവിയിൽ ചരിത്രത്തിൽ വലിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും. അപ്പോൾ പലരും പല രീതിയിലൊക്കെ ചരിത്രം രേഖപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകും. മറ്റൊരു കാര്യം, നമ്മുടെ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഈ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുതാനുള്ള വലിയ ഒരു അവസരം നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ എഡിറ്റിംഗ് വിഭാഗമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കറിയാം, ഓരോ ലക്കങ്ങളിലൊക്കെ പലപ്പോഴും അത്യാവശ്യമായ കൃതികളില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അത് പലരും നമ്മോട് പങ്കുവെക്കാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മുമ്പിലൊക്കെ വലിയ ഒരു അവസരമാണ് നമ്മുടെ ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം എന്നുകൂടി അഭ്യർത്ഥിക്കാം. വാസിത്ത് ഹുദവി ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ പ്രധാനം തന്നെയാണ്. അതിൽ നമ്മുടെ ചരിത്രം ഇപ്പോൾ അൽബയാൻ ഫുൾ ലക്കം നമ്മുടെ മുമ്പിൽ ലഭ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേയൊക്കെ ഉണ്ടാകും. നേരത്തെ അതങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന സംവിധാനമല്ല. സുന്നി ടൈംസ് ലഭ്യമല്ല. 964 സുന്നി ടൈംസ്. ഞാൻ ഓർക്കും 964 ഒരു വർഷത്തെ ലക്കം, ഒരു ബൈൻഡ് ചെയ്ത ലക്കം എൻ്റെ കയ്യിലുണ്ട്. അത് നശിച്ചുകൊണ്ടിരിക്കുക. ഒരു കൊല്ലത്തെ ഒരു ലക്കം എൻ്റെ കയ്യിലുണ്ട്, സൂക്ഷിച്ചു വെച്ച. ആ ഒരു പാരമ്പര്യമായി അങ്ങനെ കിട്ടിപ്പോകുന്നതാണ്. ഒരു കൊല്ലം 960. അതിൽ ഗവർണറുടെ ഒരു ആശംസയുണ്ട്. രാഷ്ട്രപതിയുടെ, ഇന്ത്യൻ വൈസ് പ്രസിഡന്റിന്റെ അസക്കർ ഹുസൈൻ്റെ ഒരു ആശംസയുണ്ട്. അതിൽ തന്നെ ഒരു മുഖപ്രസംഗം ഞാൻ ഓർക്കുകയാണ്. അഭിനന്ദനം എന്ന് പറഞ്ഞിട്ട് ഒരു മുഖപ്രസംഗമുണ്ട്. എന്താ അഭിനന്ദനം എന്ന മുഖപ്രസംഗത്തിന്റെ കണ്ടന്റ് എന്താണെന്നറിയോ? ആ കാലത്ത് കുറച്ച് ഭക്ഷ്യക്ഷാമം ഉണ്ടായ കാലഘട്ടം 950, 60 ആ കാലഘട്ടമൊക്കെ വല്ലാതെ നമ്മുടെ നാട്ടിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്ന സമയമാണ്. ആ സമയത്ത് 1000ഓളം മദ്രസകൾ എന്നാണ് പറയുന്നത്. കണക്ക് പറയുന്ന 1000ഓളം മദ്രസകൾ, കുറേയേറെ പള്ളി ദർസ്. ഈ മദ്രസകളിലും പള്ളി ദർസുകളിലും പഠിക്കുന്ന ഉസ്താദുമാർക്കും പഠിക്കുന്ന മുതാലിമീങ്ങൾക്കും പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും ഭക്ഷണം കൊടുക്കാൻ സമുദായം കാണിക്കുന്ന താല്പര്യത്തെ വാനോളം പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു മുഖപ്രസംഗമാണത്. എൻ്റെ കയ്യിൽ നിന്ന് അതെൻ്റെ പിഞ്ഞി പോയിട്ടുണ്ട്. ഞാൻ ഒന്ന് ബൈൻഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഒരു അമൂല്യമായൊരു നിധിയാണ്. അപ്പോൾ നമ്മുടെ ചരിത്രം അവിടെയാണ്. പഴയ കാലത്തെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണമെങ്കിൽ അത് ദീനിൻ്റെ കാര്യം മാത്രമല്ല, നാടിൻ്റെ ചരിത്രവും കൂടിയാണ്. അപ്പോൾ ഇത് ആർക്കൈവ്സ് വളരെ പ്രധാനമാണ്. അപ്പോൾ സുപ്രഭാതത്തെ സംബന്ധിച്ചിടത്തോളം 2014 സെപ്റ്റംബർ 1 സുപ്രഭാതം ഇറങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള കോപ്പികൾ, ഒന്ന് നമ്മുടെ സിസ്റ്റത്തിൽ ലഭ്യമാണ്, 2 അതിൻ്റെ പത്രത്തിൻ്റെ കോപ്പികൾ. അത് ഓരോ മാസവും അത് ബൈൻഡ് ചെയ്ത് വേറെ വെക്കുന്നുണ്ട്. എല്ലാ കോപ്പികളും നമ്മുടെ മുമ്പിൽ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതിൽ മാത്രം പോരാ, അതൊക്കെ പിന്നീട് 10-50 കൊല്ലം കഴിയുമ്പോഴേ അത് പിഞ്ഞി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അത് ആർക്കൈവ്സിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ അത് ലഭ്യമാണ്, ഇന്ന് വരെ അറിയത്. അത് മാത്രം പോരാ, മൊത്തം നമ്മുടെ ഈ പറഞ്ഞ പ്രസിദ്ധീകരണങ്ങൾ മൊത്തം നമുക്ക് ശേഖരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഗൗരവത്തിലൊന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം എനിക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ SNECയുടെ നേതൃത്വത്തോട് പറയാനുള്ള, അതിൻ്റെ ബോഡിയിൽ പറയാം എങ്കിൽ തന്നെയും ഇതിന് നമ്മുടെ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഇതൊരു ഭാഗമായി പരിഗണിക്കണം. മാധ്യമ മേഖല ഓരോ സ്ഥാപനത്തിലും അതിന് പ്രത്യേകമായൊരു വിങ്ങും സംവിധാനം ഉണ്ടാക്കി
ജേർണലിസം പഠിക്കാനുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ നമുക്ക് പെടുത്താം. ഓരോ സ്ഥാപനങ്ങളും അതിനൊരു വിങ്, സ്പെഷ്യൽ വിങ് പ്രത്യേകിച്ച് കൊണ്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ പത്രമുണ്ട്. നമുക്ക് വേറെ എങ്ങും പോകണ്ട. നമ്മുടെ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പത്രമുണ്ട്. നിങ്ങൾക്ക് വാർത്തയാക്കാം, പ്രാദേശിക വാർത്തകൾ വെച്ച് തുടങ്ങാം. അതിനൊക്കെ സംവിധാനം നമുക്കൊരു വ്യവസ്ഥ ഉണ്ടാക്കിയാൽ സുപ്രഭാതത്തിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങളിൽ നിന്ന് നല്ല മാധ്യമ പ്രവർത്തകരുണ്ടാകും. നമ്മുടെ അഭാവം പരിഹരിക്കപ്പെടണം. ഇന്ന് കേരളത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കുക, ഒരു 10 മാധ്യമ പ്രവർത്തകർ പേരെണ്ണിയാൽ അതിൽ എത്ര മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് എന്ന് ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ ആ മേഖലയിലെ ദാരിദ്ര്യം കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അതിനുള്ള സംവിധാനം കൂടി നമുക്ക് ഉണ്ടാകണം. ഈ മേഖലയിൽ നമുക്ക് ഒരുപാട് ജോലി സാധ്യതയുമുണ്ട്. മിടുക്കന്മാരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് പത്രം മാത്രമല്ല, പ്രിന്റിംഗ് മാത്രമല്ല, വിഷ്വൽ മീഡിയകളിലും നല്ല കഴിവുള്ള പ്രഗത്ഭരായ മിടുക്കന്മാരായ കുട്ടികൾക്ക് അനന്തമായ ജോലി സാധ്യത കിടക്കുകയാണ്. അതും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അപ്പം നമ്മുടെ സ്ഥാപനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് മാധ്യമ പ്രവർത്തനത്തിന്, ജേർണലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേകമായ ഒരു വിങ് ഉണ്ടാക്കുകയും കഴിവുള്ള കുട്ടികളെ ആ മേഖലയിലേക്ക് കൂടി, ദീനിൻ്റെ മേഖലയിൽ നിന്ന് അല്പം പോലും കുറഞ്ഞു പോകാതെ ഈ മേഖലയിൽ കൂടെ നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്നാണ് എനിക്കൊന്ന് അഭിപ്രായപ്പെടാൻ. ഈ ഒരു പത്രപ്രവർത്തനം കൊണ്ട് സത്യത്തിൽ നമ്മുടെ ഭാഷാപരമായ ഒരു മികവ് അടയാളപ്പെടുത്താൻ സാധിച്ചു എന്ന് മനസ്സിലായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ നല്ല ഒരു മലയാളം കീപ്പ് ചെയ്തു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ട ആദരണീയരായ, ചരിത്രത്തിലെ നമുക്ക് വലിയ അഭിമാനത്തോടെ ഓർക്കാൻ പറ്റുന്ന പറവണ്ണ ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ കെ വി ഉസ്താദ്, KT മാനു മുസ്ലിയാർ ഉൾപ്പെടെ ആ ഒരു ശ്രേണിയിലെ വലിയൊരു, മറ്റുള്ളവരൊക്കെ പ്രശംസിക്കും വിധത്തിൽ നല്ല ഒരു മലയാളം. കാരണം ഈ രംഗത്ത് അവരുടേതായ ഒരു അടയാളപ്പെടുത്തൽ സാധ്യമാക്കിയവരായിരുന്നു. അപ്പൊ അറബി മലയാള ഭാഷയായിരുന്നു സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു മീഡിയ ആയിട്ട് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അറബി മലയാളത്തിലൂടെ മലയാളത്തിന്റെ സ്വരം ശരിയായി അതിന്റെ പരിസരം ഏറ്റവും മനോഹരമാക്കി എന്നത് നമുക്കൊരു ചരിത്ര യാഥാർത്ഥ്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് പുതിയ തലമുറ അതിൻ്റെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കാലത്തെയും പുതിയ ചിത്രങ്ങളെയും പുതിയ ചുമരുകളെയും ഒക്കെ മനസ്സിലാക്കി പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട്, ഇനിയും ദൈർഘ്യമാകുന്നത് അനുചിതമാണ് എന്നത് സന്ദർഭങ്ങൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും മനസ്സിലാക്കിയത് കൊണ്ടും ഇൻഷാ അല്ലാഹ് ഇവിടെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.